നമസ്കാരം. വിപ്ലവ സൂര്യന് വിട. VS അച്യുതാനന്ദൻ ഇനി ജ്വലിക്കുന്ന സ്മരണ. സമര പോരാളി വിടവാങ്ങുമ്പോൾ സംസ്ഥാനത്ത് 3 ദിവസത്തെ ദുഃഖാചരണം. ടോപ് 10 ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. എന്റെ വൃദ്ധത്വം തലനരക്കാത്തതല്ല, എന്റെ യുവത്വവും കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുരിക്കാത്തതാണ് എന്റെ യൗവനം. വിപ്ലവാവേശം വിടവാങ്ങി മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദൻ അന്തരിച്ചു. പ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങി പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം. ഓപ്പറേഷൻ സിന്ദൂറിൽ അടുത്തയാഴ്ച 16 മണിക്കൂർ ചർച്ചയ്ക്ക് ധാരണ. ഓപ്പറേഷൻ സിന്ദൂർ 100% നേട്ടമെന്നും തീവ്രവാദികളെ ഉന്മൂലനം ചെയ്തെന്നും പാർലമെന്റിൽ പ്രധാനമന്ത്രി. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ രാജിവെച്ചു. സ്ഥാനമൊഴിയുന്നത് ആരോഗ്യ കാരണങ്ങളാൽ. 2006 മുംബൈ ട്രെയിൻ സ്ഫോടന പരമ്പരയിൽ 12 പ്രതികളെയും വെറുതെ വിട്ട് ബോംബെ ഹൈക്കോടതി. കേസ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് കോടതി. വിധി വരുന്നത് സംഭവം നടന്ന് 19 വർഷങ്ങൾക്ക് ശേഷം. ഇന്ത്യൻ താരങ്ങൾക്ക് പരിക്ക്. ഇംഗ്ലണ്ടിനെതിരായ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ നിതീഷ് കുമാർ റെഡ്ഡിയും അർഷദീപ് സിംഗും കളിക്കില്ല. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. നാളെ തുടങ്ങാനിരുന്ന അനിശ്ചിതകാല സമരം പിൻവലിച്ചത് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറുമായി നടത്തിയ ചർച്ചയെ തുടർന്ന്. സ്റ്റോറി ഓഫ് ദ ഡേ. വേദനയോടെ സഖാവിന്റെ സ്വന്തം തയ്യൽക്കാരൻ. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് വീണ്ടും വന്നു. കൃഷിക്കാരുടെ ആത്മഹത്യ ആരംഭിക്കുകയും ചെയ്തു. കേരള സമര പോരാട്ടത്തിന്റെ കരുത്തുറ്റ പ്രതീകം VS അച്യുതാനന്ദന് വിട. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദൻ 101 വയസ്സിലാണ് വിടവാങ്ങിയത്. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ട് 3:20 മരണം. AKG പഠന കേന്ദ്രത്തിൽ പൊതുദർശനം പുരോഗമിക്കുന്നു. നാളെ രാവിലെ 9 മണിക്ക് ദർബാർ ഹാളിൽ പൊതുദർശനം. ഉച്ചയോടെ ആലപ്പുഴയിലെ വീട്ടിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോകും. ബുധനാഴ്ച വലിയ ചുടുകാട്ടിലാണ് സംസ്കാരം. VSനോടുള്ള ആദരസൂചകമായി സംസ്ഥാനത്ത് നാളെ പൊതു അവധി പ്രഖ്യാപിച്ചു. 3 ദിവസത്തെ ദുഃഖാചരണമുണ്ട്. സംസ്ഥാനത്ത് നാളെ നടക്കാനിരുന്ന PSC പരീക്ഷകളും അഭിമുഖങ്ങളും മാറ്റിവെച്ചു. വിവരങ്ങൾ നൽകാൻ അൺഫിൽറ്റഡ് ഡിസൂസയും രജിത് കുമാറുമുണ്ട്. ആദ്യം അൺഫിൽറ്റിലേക്കാണ്. അൺഫിൽറ്റ് ജനസാഗരമാണ് AKG സെന്ററിലേക്ക് ഒഴുകി എത്തുന്നത്. കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യം അന്തരീക്ഷത്തിൽ അലയടിക്കുന്നു. ഇപ്പോഴും പൊതുദർശനം പുരോഗമിക്കുന്നു. വിവരങ്ങൾ അശ്വതി, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം ഇപ്പോൾ AKG സെന്ററിലെ പൊതുദർശനത്തിൽ വെച്ചിരിക്കുകയാണ്. പഴയ AKG സെന്റർ, അതായത് AKG പഠന ഗവേഷണ കേന്ദ്രമായി മാറ്റിയിരിക്കുന്ന പഴയ AKG സെന്ററിലാണ് പൊതുദർശനം. VS അച്യുതാനന്ദന്റെ 12 വർഷം അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ആ ഒരു കാലയളവിൽ അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം VSന്റെ ആ കർമ്മമണ്ഡലത്തിലേറിയ ഭാഗവും അദ്ദേഹം ചെലവഴിച്ച AKG സെന്റർ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി വെച്ചിരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ആളുകളുടെ ഒരു വൈകാരിക പ്രകടനത്തിന് നമുക്കിവിടെ കാണാൻ കഴിയുകയാണ്. VS അച്യുതാനന്ദനെ ഒരു നോക്ക് കാണാനായി ജനങ്ങൾ വലിയ രീതിയിൽ രാത്രി ഏറെ വൈകിയും ജനങ്ങൾ വലിയൊരു പ്രവാഹം നമുക്കിവിടെ കാണാൻ കഴിയുന്നു. വലിയ നീണ്ട നിര തന്നെയാണ് ഇവിടെ കേസെന്ന് നിൽക്കുന്ന ഭാഗത്ത്. റോഡിലൊക്കെ തന്നെയും വലിയ നിര, 3 നിരകളിലായി തന്നെയാണ് ജനങ്ങൾക്ക് അവസാനമായി ഒരു നോക്ക് കാണാൻ VSനെ കാണാനായി ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. SCT ആശുപത്രിയിൽ 3:20 അദ്ദേഹത്തിന്റെ ദേഹവിയോഗ ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ വേർപാട് സ്ഥിരീകരിക്കുന്നത്. അതിനു മുമ്പ് തന്നെയും അദ്ദേഹത്തിന്റെ ആരോഗ്യനില വലിയ രീതിയിൽ വഷളാകുന്നു
രാവിലെയോടുകൂടി. അതിനുശേഷം തന്നെയും ആരോഗ്യ മെഡിക്കൽ സംഘം, ആശുപത്രിയിലുള്ള മെഡിക്കൽ സംഘം, ഒപ്പം തന്നെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘവും SUT ആശുപത്രിയിൽ എത്തുകയും അദ്ദേഹത്തിന്റെ ആരോഗ്യനില പരിശോധിക്കുകയൊക്കെ ചെയ്തു. ഇതേ തുടർന്ന് തന്നെ നേതാക്കന്മാരൊക്കെ, മുഖ്യമന്ത്രി അടക്കം, പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള നേതാക്കളുടെ മന്ത്രിമാരും ഒക്കെ തന്നെ വലിയ രീതിയിൽ തന്നെ ഒഴുകിയെത്തുന്നത് കാഴ്ചയായിരുന്നു. അതിനുശേഷം ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ മരണം, വാർത്താക്കുറിപ്പിലൂടെ അദ്ദേഹത്തിന്റെ മരണം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നു. അതിനുശേഷമാണ് അവിടെ നിന്ന് നേരെ വിലാപയാത്രയായി ഈ ഭൗതിക ശരീരം AK സെന്ററിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോഴും AK സെന്ററിൽ നിലയ്ക്കാത്തൊരു പ്രവാഹം തന്നെയാണ്. പ്രിയ സഖാവിനെ, പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാനായി വലിയ രീതിയിലുള്ള ജനപ്രവാഹം ഇവിടെ ഒഴുകിയെത്തുന്നു. ഇതിനുശേഷം ഇവിടെ നിന്ന് രാത്രിയോടുകൂടി അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തുള്ള മകന്റെ വസതിയിലായിരുന്നു അവസാന നാളുകളിൽ തന്നെ വിശ്രമ ജീവിതം നയിച്ചിരുന്നത്. അവിടെ അത് കൊണ്ടുപോകുന്നു. രാത്രി ഏറെ വൈകിയാണെങ്കിലും വീട്ടിൽ കൊണ്ടുപോകും. അവിടെ നിന്ന് നാളെ രാവിലെ ദർബാർ ഹാളിലുള്ള പൊതുദർശനം, അതിനുശേഷം ആലപ്പുഴയിലേക്ക് വിലാപയാത്രയെ കൊണ്ടുപോകുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ CPM ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇനി അതിനകത്ത് സമയത്തിലൊക്കെ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇപ്പോഴും ഒഴുകിയെത്തുന്നത് ജനസാഗരത്തിനെ നമുക്ക് AK സെന്ററിന് മുന്നിൽ കാണാനാകുന്നു. ഇപ്പോഴും VS അച്യുതാനന്ദന് മുദ്ര അഭിവാദ്യങ്ങളോ, കർണേകറിലെ VS എന്ന മുദ്രാവാക്യങ്ങളും അഭിവാദ്യങ്ങളും ഇപ്പോഴും ഈ AK സെന്ററിന്റെ ചുമരുകൾക്കുള്ളിൽ ഇപ്പോഴും തളം കെട്ടി നിൽക്കുകയാണ്. വലിയ രീതിയിലുള്ള വൈകാരികമായൊരു മുഹൂർത്തത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ VS വിടവാങ്ങിയിരിക്കുന്നു എന്ന ഇത് ഉൾക്കൊള്ളാനാകാതെ കാരണം കുറെ കാലമായി VS ജീവരാഷ്ട്രീയത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം, അദ്ദേഹം വിശ്രമ ജീവിതത്തിലാണ് തിരുവനന്തപുരത്തുള്ള വീട്ടിലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം അദ്ദേഹം എല്ലാം കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് അദ്ദേഹം അവിടെ ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യം, ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടായിരുന്നു കഴിഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ VS ഇല്ലാതായി, VSന്റെ ഓർമ്മകൾ മാത്രമായി മാറുന്നു. അതന്നെയാണ് പാർട്ടി അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന, അനുശോചിക്കുന്ന ഓരോ പാർട്ടി നേതാക്കളും, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി MA ബേബി, ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള നേതാക്കൾ ഓരോരുത്തരും അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ തന്നെയാണ് പറയുന്നത് VS ഇല്ലാത്തൊരു വിടവിന് എങ്ങനെ പ്രസ്ഥാനം ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നതിനെ കുറിച്ചാണ് ഇനി ആലോചിക്കേണ്ടത് എന്നാണ് നേതാക്കൾ ഓരോരുത്തരും പറയുന്നത്. കാരണം VS എന്ന ഒരു നൂറ്റാണ്ട് അൺഫിൽട്ടർ ദയവായി തുടരുക. അതുതന്നെയാണ് VSന്റെ വിടവ് എങ്ങനെ നികത്തും എന്നത് ചോദ്യചിഹ്നമായി നിൽക്കുന്നു. AKG പഠന കേന്ദ്രത്തിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ്. നാളെ രാവിലെ 9 മണിക്ക് ദർബാർ ഹാളിൽ പൊതുദർശനമുണ്ട്. ഉച്ചയോടെ ആലപ്പുഴയിലെ വീട്ടിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോകും. VSനോടുള്ള ആദരസൂചകമായി സംസ്ഥാനത്ത് നാളെ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രജിത് കുമാറുണ്ട്. രജിത്ത്, VSനോടുള്ള ആദരസൂചകമായി സംസ്ഥാനത്ത് നാളെ പൊതു അവധിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 3 ദിവസത്തെ ദുഃഖാചരണമാണ്. സംസ്ഥാനത്ത് നാളെ നടക്കാനിരിക്കുന്ന PSC പരീക്ഷകളും അഭിമുഖങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ടുണ്ട്. അണമുറിയാത്ത ജനപ്രവാഹമാണ് AKG സെന്ററിലേക്ക് എത്തുന്നത്. എങ്ങനെ ഓർത്തെടുക്കാം VSനെ, രജിത്ത്? നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ VSന്റെ മരണം സംഭവിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെയാണ് 3 ദിവസത്തെ ദുഃഖാചരണവും അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ പൊതു അവധിയും പ്രഖ്യാപിച്ചിരിക്കുന്നത്. PSC പരീക്ഷകൾ ഉൾപ്പെടെ മാറ്റിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം AKG സെന്ററിന് പുറത്താണ്, മെയിൻ റോഡിലാണ് ഞാനുള്ളത്. നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ആളുകൾ ഓരോരുത്തരായി ഈ VSനെ കാണുന്നതിനായി, VSനെ ഒരു നോക്ക് കാണുന്നതിനായി വന്നിരിക്കുന്ന ആളുകളാണ്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ വലിയൊരു നിര തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴും അണമുറിയാതെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. VSന് വേണ്ടി VS ജനങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചതെങ്കിൽ VSനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി അവരെല്ലാവരും തന്നെ മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. മുമ്പ് VS ഇവരിൽ ഓരോരുത്തരുടെയും അരികിലേക്ക് എത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ VSനെ വന്ന് കണ്ട് അവസാനമായി ഒരു നോക്ക് കണ്ട് മടങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ ഓരോരുത്തരും. ഈ രാത്രി 10 മണിയായിരിക്കുന്നു. അതിനുശേഷവും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഈ നിര അത് മുറിയാതെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കിലോമീറ്ററുകളോളം കാണാൻ കഴിയും. നിരവധി പേരാണ് ഇപ്പോൾ ഇവിടെ AKG സെന്ററിന് പുറത്ത് റോഡിൽ കാത്തു നിൽക്കുന്നത്.
അവർ ഓരോരുത്തരും ഒരു നോക്ക് വി എസിനെ ഒന്ന് കണ്ടതിന് ശേഷം മടങ്ങിപ്പോവുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ എത്തിയിട്ടുള്ള ആളുകളാണ് പലർക്കും വി എസ് പല തരത്തിൽ അല്ലെങ്കിൽ പല രീതിയിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ പലപ്പോഴും ഇതിനെ മണിക്കൂറുകളോളം കാത്തു നിൽക്കാൻ കൂടി തയ്യാറായിരിക്കുന്നത് എന്ന് വേണം പറയാൻ. നമുക്കറിയാം വി എസ് അച്യുതാനന്ദൻ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിലും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ സ്പർശിച്ചിട്ടുള്ള ആളാണ്. 1967 മുതൽ 2006 വരെ അദ്ദേഹം 7 തവണയാണ് നിയമസഭയിലേക്ക് വിജയിച്ചു കയറിയത്. അതിൽ തന്നെ അത്തരത്തിൽ നമുക്കറിയാം, അത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച ജനങ്ങളുടെ നേതാവായി, ജനകീയ നേതാവായി ഇപ്പോഴും വി എസിനെ മുദ്രാവാക്യം വിളിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കറിയാം, കണ്ണി കരളെ വി എസ് എ എന്ന് മുദ്രാവാക്യം വി എസിനെ വിളിക്കുമ്പോൾ അത്തരത്തിൽ വിളിക്കാൻ കഴിയുന്ന ഒരേ ഒരു നേതാവ് മാത്രമാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്നതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ അത് സാക്ഷ്യപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ്. വി എസിൻ്റെ ജനകീയ പിന്തുണ അത് എത്രത്തോളമായിരുന്നു എന്ന കാര്യം, അദ്ദേഹം നൽകിയിട്ടുള്ള ഊർജം അത് എത്രത്തോളമായിരുന്നു എന്ന കാര്യമാണ് നമുക്ക് ഈ ജനങ്ങളുടെ ഈ വലിയൊരു നിരയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. ഇത് അവസാനിക്കുന്നില്ല എന്നത് തന്നെയാണ്. ഇനി ഒരു പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ 10 മണി പിന്നിട്ടിരിക്കുന്നു. രാത്രിയോടുകൂടി തന്നെ, രാത്രിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വസതിയിലേക്ക്, അദ്ദേഹം നേരത്തെ വിശ്രമ ജീവിതം നയിച്ചിരുന്ന മകൻ്റെ വസതിയിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോകും എന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ അത് എപ്പോൾ സാധ്യമാകും എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത്ര കണ്ട ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുന്നു, ആളുകൾ ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ്. മണിക്കൂറുകളായി കാത്തുനിന്ന് അവർ വി എസിനെ ഒരു നോക്ക് കണ്ടിട്ട് തിരികെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നത്. അത്തരത്തിൽ ആണ് ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നതും അത്തരത്തിലുള്ള കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നതും. എ കെ ജി സെൻറ്ററിന് പുറത്ത് പ്രവർത്തകർ അവർ വി എസിന് അഭിവാദ്യം അർപ്പിക്കുകയാണ്. ഒപ്പം തന്നെ വി എസിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയാണ്. അവർ ഇതുവരെ വി എസിന് വേണ്ടി വിളിച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെയും വീണ്ടും അവർ ഊർജ്ജസ്വലരായി ഊർജ്ജത്തോടു കൂടി വിളിച്ചു പറയുന്നു. കാരണം ഈ ഊർജ്ജമാണ് അവരെ നയിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ആ ഊർജ്ജം ഇനിയും ഈ കെട്ടടങ്ങാതെ ഉണ്ടാകുമെന്ന കാര്യവും അവർ പറയുന്നു. എങ്കിലും വി എസ് ഇല്ല എന്നത് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഊർജ്ജം വീണ്ടും പ്രസരിക്കുകയാണ് എ കെ ജി സെൻറ്ററിന് ചുറ്റും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അത്തരത്തിലാണ് പാർട്ടി പ്രവർത്തകർ വി എസിന് വേണ്ടി മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ദൃശ്യങ്ങൾ നമ്മൾ ഇതിൽ ആളുകൾ ഒഴുകിയെത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. ഇത് അവസാനിക്കുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ എ കെ ജി സെൻറ്ററിലേക്ക് ഇനിയും ഒരു പക്ഷേ അധിക സമയവും വി എസ് നേരത്തെ തന്നെ നമുക്കറിയാം, പലപ്പോഴും വി എസ് പങ്കെടുക്കുന്ന പരിപാടികളിൽ സമയം നിശ്ചയിച്ചിരുന്നത് വി എസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അത്തരത്തിൽ ഇപ്പോഴും സമയം നിശ്ചയിക്കുന്നത് വി എസ് ആണ്. എപ്പോൾ താൻ പോകണം, എപ്പോൾ താൻ എവിടെ നിൽക്കണം എന്നത് സംബന്ധിച്ച് എപ്പോഴും ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച വി എസ് ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ തന്നെ ഇരിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹം തീരുമാനിക്കുന്നു ഏത് സമയത്ത് ആളുകൾ, അത്ര കണ്ട ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വി എസ് ജനകീയ പോരാട്ടങ്ങളിലൊക്കെയും അടിയുറച്ച അദ്ദേഹം നിലനിന്നിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ പാർട്ടിയോട് കലഹിച്ചും അല്ലാതെയും പാർട്ടിയാണ് അദ്ദേഹം ഒരു അവസരത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, താൻ CPM കാരനാണ്, CPM കാരനായതുകൊണ്ട് തന്നെയാണ്, CPM കാരനായി തന്നെയാണ് താൻ ജീവിക്കുന്നത് എന്നും അന്ന് അദ്ദേഹം വ്യക്തമായി തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടിയുമായി കലഹിച്ചപ്പോഴൊക്കെയും പലപ്പോഴും നടപടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും അദ്ദേഹം പാർട്ടിക്കൊപ്പം തന്നെയായിരുന്നു, പാർട്ടി പറയുന്നതാണ് കേട്ടിരുന്നത്. അതേ സമയത്ത് തന്നെയാണ് അദ്ദേഹം തൻ്റെ പാർട്ടി എങ്ങനെയായിരിക്കണമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നത്. അത് തന്നെയായിരുന്നു പാർട്ടിക്കുള്ളിൽ അദ്ദേഹവുമായി കലഹിക്കാനുണ്ടായിട്ടുള്ള കാരണങ്ങളൊക്കെ എന്നും നമുക്ക് പറയാൻ കഴിയും. എന്തു തന്നെയായാലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഏകദേശം 1 കിലോമീറ്റർ അകലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഈ ആളുകളുടെ വരവ് അണമുറിയാതെ അത് തുടരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം വി എസിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തകരൊക്കെയും മണിക്കൂറുകളോളം കാത്തുനിൽക്കുന്നത്. അതാണ് രജിത്ത്. കേരള സമര പോരാട്ടത്തിന്റെ കരുത്തുറ്റ പ്രതീകം വി എസ് അച്യുതാനന്ദന് വിട. തലനരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തലനരക്കാത്തതല്ല എന്റെ യുവത്വം. പുതിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണ് എന്റെ യൗവനം.
കേരള സമര പോരാട്ടത്തിന്റെ കരുത്തുറ്റ പ്രതീകം VS അച്യുതാനന്ദന് വിട. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദൻ 101 വയസ്സിലാണ് വിടവാങ്ങിയത്. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ട് 3:20 മരണം. AKG പഠന കേന്ദ്രത്തിൽ പൊതുദർശനം പുരോഗമിക്കുന്നു. നാളെ രാവിലെ 9 മണിക്ക് ദർബാർ ഹാളിൽ പൊതുദർശനം. ഉച്ചയോടെ ആലപ്പുഴയിലെ വീട്ടിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോകും. ബുധനാഴ്ച വലിയ ചുടുകാട്ടിലാണ് സംസ്കാരം. അൺഫിലിറ്റ് ഡിസൂസയിലേക്ക് ഒരിക്കൽ കൂടി പോകുകയാണ്. അൺഫിലിറ്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വിപ്ലവ സൂര്യനാണ് വിടവാങ്ങുന്നത്. നിലപാടിൻ്റെ രാജകുമാരനായിരുന്നു അദ്ദേഹം. പൊതുദർശനം ഇപ്പോഴും പുരോഗമിക്കുന്നു. VS എന്ന ഫാക്ടർ രാഷ്ട്രീയത്തിലെ ഒറ്റയാനാണ്, വാക്കുകൾക്ക് അതീതമാണ്. VS ഒരു ആശയമാണ്. നമ്മൾ മാധ്യമപ്രവർത്തകർക്ക് പോലും VSനെ ഓർക്കുമ്പോൾ നമുക്ക് പോലും പറയാൻ വാക്കുകളില്ല. അത്രത്തോളം ഒരു പാഠപുസ്തകമായി VS എന്നും നിലനിൽക്കും എന്നതാണ്. ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിൽ എങ്ങനെയാണ് അൺഫിലിറ്റ് ഓർത്തെടുക്കുന്നത് VSനെ? AKG പഠന കേന്ദ്രത്തിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ്. ഈ വൈകിയ വേളയിലും ജനസാഗരമാണ് അവിടേക്ക് ഒഴുകി എത്തുന്നത് എന്നുള്ളതാണ്. നാളെ രാവിലെ 9 മണിക്ക് ദർബാർ ഹാളിൽ പൊതുദർശനം ക്രമീകരിച്ചിട്ടുണ്ട്. ഉച്ചയോടെ ആലപ്പുഴയിലെ വീട്ടിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോകും. ബുധനാഴ്ച വലിയ ചുടുകാട്ടിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം. VSനോടുള്ള ആദരസൂചകമായി സംസ്ഥാനത്ത് നാളെ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 ദിവസത്തെ ദുഃഖാചരണമുണ്ട്. സംസ്ഥാനത്ത് നാളെ നടക്കാനിരിക്കുന്ന PSC പരീക്ഷകളും അഭിമുഖങ്ങളുമൊക്കെ ആദര സൂചകമായി മാറ്റിവെച്ചിട്ടുമുണ്ട്. ജനസാഗരം AKG സെൻറ്ററിലേക്ക് ഈ വൈകിയ വേളയിലും ഒഴുകിയെത്തുന്നുണ്ട് എന്നതാണ് ഈ തത്സമയ ദൃശ്യങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് VSനോടുള്ള ഒരു സ്നേഹം, ജനങ്ങളുടെ സ്നേഹം എങ്ങനെയായിരുന്നു എന്നത് ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാം. അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. അൺഫിലിറ്റ് വിപ്ലവ സൂര്യനാണ് വിടവാങ്ങുന്നത്. നിലപാടുകളുടെ രാജകുമാരൻ. പൊതുദർശനം ഇപ്പോഴും പുരോഗമിക്കുന്നു. അൺഫിലിറ്റ് നമുക്കറിയാം ഈ വൈകിയ വേളയിലും ജനസാഗരമാണല്ലോ അൺഫിലിറ്റ് ഒഴുകിയെത്തുന്നത്. അതുതന്നെയാണ് VSനോടുള്ള സ്നേഹമാണ് അവർ ഈ അവസാന നിമിഷത്തിലും പ്രകടിപ്പിക്കുന്നത്. VS എന്ന ഫാക്ടർ രാഷ്ട്രീയത്തിലെ ഒറ്റയാനായിരുന്നു, വാക്കുകൾക്ക് അതീതമാണ്. VS ഒരു ആശയമാണ്. നമ്മൾ മാധ്യമപ്രവർത്തകർക്ക് പോലും എത്രത്തോളം കാര്യങ്ങൾ ഓർമ്മയിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുന്നുണ്ട് VSനെ പറ്റി ചിന്തിക്കുമ്പോൾ, പറയുമ്പോൾ. ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിൽ VSനെ എങ്ങനെ ഓർത്തെടുക്കാം അൺഫിലിറ്റ്? അശ്വതി, അത് തന്നെയാണ് അശ്വതി. VSനെ നമുക്കൊരു മുഖ്യമന്ത്രി എന്നോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ്, ഒരു CPMന്റെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്നതിനപ്പുറത്തേക്ക് VS അച്യുതാനന്ദൻ എന്ന നേതാവ് ഒരു പാർട്ടിക്ക് അതീതനായ ഒരു നേതാവ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനായിരുന്നോ, അല്ലെങ്കിൽ ഒരു പരിസ്ഥിതിവാദിയായിരുന്നോ, അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഒരു പടയാളിയായിരുന്നോ, അല്ലെങ്കിൽ ഇരകളാക്കപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടി എന്നും അത് ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും നിലകൊണ്ടിരുന്ന ആ ഒരു നേതാവായിരുന്നു. എങ്ങനെയാണ്, ഏത് മേഖലയിലാണ് VSനെ അടയാളപ്പെടുത്തുക എന്നത് അത് തന്നെയാണ് ഈ അവസാന നിമിഷം വരെയും പാർട്ടിക്കും പ്രസ്ഥാനത്തിനും അപ്പുറത്തേക്ക് ജനങ്ങൾ VSനെ നെഞ്ചിലേറ്റി എന്നതിന്റെ ഒരു തെളിവായി, അല്ലെങ്കിൽ ഒരു ഏറ്റവും ഒടുവിലത്തെ ഒരു തെളിവായി ഈ ഒരു AK സെന്ററിലേക്ക് വരുന്നത്. ഈ വരുന്നവരാരും തന്നെ, എല്ലാവരും തന്നെയും പാർട്ടി പ്രവർത്തകരോ അണികളോ അല്ല. അതിനപ്പുറത്തേക്ക് പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാനായ VS ആണ്. VS ജനം നെഞ്ചിലെത്തിയ VS ഒരു പാർട്ടി പ്രവർത്തകനായോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതീകമായി ഒരിക്കലും VSനെ കേരളം അങ്ങനെ കണ്ടിരുന്നില്ല. എവിടെ ഒരു അനീതിയുണ്ടോ, അല്ലെങ്കിൽ എവിടെ ഒരു അശരണരുണ്ടോ, അല്ലെങ്കിൽ എവിടെയാണോ ഒരു കുടിയിറക്കപ്പെട്ട ഒരു ജനസമൂഹമുണ്ട്, അവിടെ ഒരു ശബ്ദമായി VS നിൽക്കുക. അവർക്കൊപ്പം എവിടെ ഒരു സമരമുണ്ട്, കേരളം ഇന്നോളം കണ്ട കേരളത്തിന്റെ ചരിത്രത്തിലെ സമരമുഖങ്ങളുടെ ഒരു നായകനായിരുന്നു VSനെ ഒഴിവാക്കിയിട്ട് കേരള ചരിത്രത്തിന്റെ ഒരു സമരമുഖവും നമുക്ക് പറയാനാവുകയില്ല. അതുകൊണ്ട് തന്നെയാണ് VSന് രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ജനങ്ങൾ നെഞ്ചിലേക്ക് ജനങ്ങൾക്കിടയിൽ ഒരു ഘട്ടത്തിൽ പോലും, അതായത് ഈ പോരാട്ടങ്ങളിലൊക്കെ തന്നെ VS ഒരു ഒറ്റയാനായി പോരാടി എന്നതാണ്. കാരണം VS ഈ ആ ഘട്ടങ്ങളിൽ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് VSന്റെ ഓരോ നിലപാടുകൾ പാർട്ടിയുടെ പോലും ദയവായി തുടരുക. AKG പഠന കേന്ദ്രത്തിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ്. വിശേഷണങ്ങൾ ഏറെയുള്ള നേതാവാണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS അച്യുതാനന്ദൻ. ഏറ്റവും ജനസമ്മതിയുണ്ടായിരുന്ന രാഷ്ട്രീയ നേതാവ് എന്നത് അതിൽ ഒന്ന് മാത്രം.
പുന്നപ്രയിലെ സാധാരണ കർഷക കുടുംബത്തിൽ നിന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം വരെയുള്ള VSന്റെ യാത്ര കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു. ഉള്ളിൽ അണയാതെ കാത്തുസൂക്ഷിച്ച കമ്മ്യൂണിസ്റ്റ് ആശയധാര അസമത്വത്തിനെതിരെ ആഞ്ഞടിക്കാൻ VSന് ധൈര്യം നൽകി. ഒരു ദശകമിവിടെ ഇതു വിട ചൊല്ലി മറയുന്നു, ഒരു പൂമരക്കാറ്റു പെയ്ത പോലെ നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. സാമൂഹിക അസമത്വങ്ങൾക്കെതിരെ ചെങ്കൊടിയുടെ ശക്തിയിൽ പോരാടാനിറങ്ങിയ നേതാവാണ് VS. ശരിയുടെ വഴിയെ സഞ്ചരിക്കുന്ന പ്രകൃതം. ഉള്ളവനും ഇല്ലാത്തവനും എന്ന വ്യത്യാസം ഇല്ലാതാക്കുകയാണ് കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന ചിന്തയിൽ പ്രവർത്തിച്ച വ്യക്തിത്വം. അതുകൊണ്ട് തന്നെ ആ ഐതിഹാസിക ജീവിതയാത്രയിലെ വഴികൾ കാഠിന്യം നിറഞ്ഞതായിരുന്നു. അത് തുടങ്ങുന്നത് കർഷക തൊഴിലാളി സമരങ്ങളുടെ ഈറ്റില്ലമായ പുന്നപ്രയിൽ നിന്ന്. വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി 1923 ജനനം. ചെറുപ്പത്തിലെ തന്നെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ടു. 7ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി അധ്വാനത്തിന്റെ വഴിയിലേക്ക്. ജൗളിക്കടയിലും കയർ ഫാക്ടറിയിലുമൊക്കെയായി ജീവിതം മുന്നോട്ട്. നിവർത്തന പ്രക്ഷോഭത്തിൽ ആകൃഷ്ടനായി 1938 സ്റ്റേറ്റ് കൗൺസിൽ അംഗമാകുന്നതോടെയാണ് സംഭവബഹുലമായ ആ രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കമാകുന്നത്. പിന്നീടങ്ങോട്ട് സജീവ പ്രവർത്തനം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകുന്നത് 1940. പുന്നപ്രയിലെയും വയലാറിലെയും തൊഴിലാളി വർഗ സമരത്തിന്റെ ചുക്കാൻ പിടിച്ചവരിൽ പ്രധാനിയായി. VSൽ ശക്തനായ നേതാവിനെ കണ്ട പാർട്ടി കൂടുതൽ ചുമതലകൾ നൽകി. സമരസഖാക്കൾക്കുള്ള ക്യാമ്പുകളുടെ നേതൃത്വം അന്ന് അച്യുതാനന്ദനായിരുന്നു. സായുധ പോരാട്ടത്തിനൊടുവിൽ പൂഞ്ഞാറിൽ വെച്ചുണ്ടായ അറസ്റ്റും അനുഭവിക്കേണ്ടി വന്ന ലോക്കപ്പ് മർദ്ദനവുമൊക്കെ അതിശക്തനായ രാഷ്ട്രീയ നേതാവിലേക്കുള്ള വളർച്ചയിലെ പടവുകളാക്കി മാറ്റി VS. P. കൃഷ്ണപിള്ളയായിരുന്നു കൈപിടിച്ച് നടത്തിയത്. ഒട്ടേറെ കർഷക പ്രക്ഷോഭങ്ങളുടെ നിർണായകത്വം വഹിച്ചു. പോലീസ് വേട്ടയാടലും അറസ്റ്റും ലോക്കപ്പ് മർദ്ദനവുമൊക്കെ പിന്നീടും അനുഭവിക്കേണ്ടി വന്നു. 57 പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ സംസ്ഥാന സമിതി അംഗമായിരുന്നു VS. P. കൃഷ്ണപിള്ളയുടെ പാത പിന്തുടർന്ന VS പാർട്ടിയിലെ ജനകീയ നേതാവായി മാറി. AKGയുടെ പിൻഗാമി എന്ന വിളിപ്പേര് ജനസമ്മതിക്ക് ശക്തി പകർന്നു. എന്നാൽ സംഘടനാരംഗത്തെ പാടവം പാർലമെന്ററി ജീവിതത്തിലെ ആദ്യഘട്ടത്തിൽ പ്രയോജനം ചെയ്തില്ല. തുടക്കത്തിൽ തിരിച്ചടികളാണ് നേരിടേണ്ടി വന്നത്. 1965 സ്വന്തം വീടുൾപ്പെടുന്ന അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് ആദ്യമായി മത്സരിച്ചപ്പോൾ തോൽവിയായിരുന്നു ഫലം. 1967 കോൺഗ്രസിലെ A. അച്യുതനെ തോൽപ്പിച്ച് ആദ്യമായി നിയമസഭാംഗമായി. 1977 പരാജയത്തിന് ശേഷം കുറെ കാലം പാർട്ടി ഭാരവാഹിത്വത്തിൽ ഒതുങ്ങിക്കഴിഞ്ഞു. 1991 മാരാരിക്കുളത്ത് വിജയിച്ചുവെങ്കിലും 1996 തോൽവി രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചു. പാർട്ടിയിലെ വിഭാഗീയത പരാജയ കാരണമായി എന്ന തിരിച്ചറിവ് അച്യുതാനന്ദൻ എന്ന നേതാവിനെ കൂടുതൽ ശക്തനാക്കി. 2001 മലമ്പുഴ മണ്ഡലത്തിലേക്ക് VS എത്തിയത്. ആ വർഷത്തെ ജയത്തിന് തിളക്കം കുറവായിരുന്നുവെങ്കിലും 2006 ഇതേ മണ്ഡലത്തിൽ 20,000-ലേറെ വോട്ടുകൾക്ക് എതിരാളിയെ പരാജയപ്പെടുത്തി. മുന്നണി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയെങ്കിലും VSനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം നിലനിന്നു. ഏറെ ചർച്ചകൾക്കൊടുവിൽ സംസ്ഥാന സമിതി ചേർന്നാണ് VSനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. പിന്നീട് അങ്ങോട്ട് കേരളം കണ്ടത് കരുത്തുള്ളൊരു മുഖ്യമന്ത്രിയെ. പാർട്ടി സമ്മർദ്ദങ്ങൾക്കും സ്വജന താൽപര്യങ്ങൾക്കും വഴങ്ങാതെയുള്ള തീരുമാനങ്ങൾ. പാളയത്തിൽ തന്നെ ശത്രുക്കളെ സൃഷ്ടിച്ചു. മുഖ്യമന്ത്രിയായിരിക്കെ മൂന്നാറിലെ അനധികൃത കെട്ടിടങ്ങൾ ഇടിച്ചു പൊളിക്കാനുള്ള തീരുമാനം പാർട്ടിയിൽ ഞെട്ടലുണ്ടാക്കി. തെല്ലും കുലുക്കമില്ലാത്ത VSന്റെ പ്രകൃതം ഒട്ടേറെ പേരുടെ ഉറക്കം കെടുത്തി. സത്യത്തിനും ന്യായത്തിനും വേണ്ടി നിലകൊണ്ടത് ജനങ്ങൾക്കിടയിൽ VSന് നൽകിയത് താരപരിവേഷം. പിണറായി വിജയനുമായുള്ള അഭിപ്രായ ഭിന്നത ഇതിനിടയിൽ പാരമ്യതയിലെത്തി. PBയിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുന്ന സാഹചര്യം വരെയുണ്ടായി. എങ്കിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ VS ഇല്ലാതെ നേട്ടമുണ്ടാക്കാൻ കഴിയില്ല എന്ന ബോധ്യം പാർട്ടിക്കുണ്ടായിരുന്നു. വാർദ്ധക്യത്തിന്റെ അവശതകളില്ലാതെയുള്ള VSന്റെ പ്രവർത്തനത്തിന് എന്നും ജനസമ്മതി കിട്ടി. 2016 തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മുഖ്യമന്ത്രിയായി VS വരണമെന്ന അഭിപ്രായം ഉയർന്നത് അതിനുള്ള തെളിവാണ്. ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ എന്ന സ്ഥാനം VSന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെന്ന വിമർശനം ഉയർന്നപ്പോഴും സ്വതസിദ്ധമായ വിമർശന ശൈലിയിൽ നിന്ന് അണുവിട വ്യതിചലിച്ചിരുന്നില്ല VS. ആ ജീവിതയാത്ര അവസാനിച്ചെങ്കിലും അത് പകർന്നു തന്ന വിപ്ലവനാളങ്ങൾ കാലാതീതമായി ജ്വലിച്ചു നിൽക്കുക തന്നെ ചെയ്യും. വിപ്ലവ സൂര്യന് ആദരാഞ്ജലികളോടെ ന്യൂസ് ഡെസ്ക് അമൃത TV.
വാചകങ്ങൾ നീട്ടിയും വാക്കുകൾ ആവർത്തിച്ചുമുള്ള പ്രസംഗ ശൈലി VSന്റെ സവിശേഷതയായിരുന്നു. ആദ്യകാലത്ത് ഇങ്ങനെ ആയിരുന്നില്ല പ്രസംഗമെങ്കിലും പിന്നീട് ആ പ്രത്യേക രീതിയിലേക്ക് മാറുകയായിരുന്നു VS. ചന്ദനം സംബന്ധിച്ചുണ്ടായ ചർച്ച നടക്കുമ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് അനങ്ങിയില്ല. ഞാൻ ഈ പറയുന്നത് സിൻഡിക്കേറ്റ് ആക്ഷേപിക്കുന്നവരെ തന്നെ ആശ്രയിക്കുന്നു. അങ്ങനെ ആശ്രയിക്കുന്ന ആളുകളാണ് ഇത് കുഴപ്പത്തിനെല്ലാം കാരണം. സത്യം എപ്പോഴെങ്കിലും ആരെങ്കിലും മറച്ചു വെക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് വിജയിക്കില്ലെന്നും ഒരു നാൾ അതെല്ലാം പുറത്തു വരും എന്നുമുള്ള കാര്യം. പ്രവർത്തനം കൊണ്ട് മാത്രമല്ല സംസാരം കൊണ്ടും ജനമനസ്സുകളിൽ ഇടം നേടുകയായിരുന്നു VS. പ്രതിപക്ഷ നേതാവിന്റെ പദവിയിൽ തിരക്കിട്ട് വേദികളിലെത്തിയ കാലത്താണ് VS തന്റേതായ തനത് പ്രസംഗ ശൈലിയിലേക്ക് മാറിയത്. വിമർശനത്തിനും കളിയാക്കലിനുമൊക്കെ ആ ശൈലി ചന്തം കൂട്ടി. VSനെ അനുകരിക്കുന്നവരും ആ പ്രസംഗ രീതിയിലൂടെയാണ് നേതാവിനെ അവതരിപ്പിച്ചത്. കറുത്തതോ വെളുത്തതോ ഒന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. ഞാൻ നോക്കിയിട്ടില്ല. വിശേഷിച്ച് എലിയെ പിടിക്കുമെന്നാണ് നോക്കുന്നത്. നോക്കിയപ്പോൾ നല്ല പോലെ കുഞ്ഞെലികളെ വരെ പിടിക്കുകയാണ്. വലിയ എലികളോ ആദ്യം പിടിച്ചു കഴിഞ്ഞ്. ആർക്കും മനസ്സിലാകും വിധം ലളിതമായിരുന്നു VSന്റെ വാക്കുകൾ. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ശൈലിയിൽ ആകൃഷ്ടരായി. അവസാന കാലത്ത് അവശതകളുടെ സമയത്ത് എഴുതി തയ്യാറാക്കിയ വാക്കുകളുമായാണ് VS വേദികളിലും മൈക്കിനും മുന്നിൽ എത്തിയത്. പ്രതികരണത്തിനും നിലപാടറിയിക്കുന്നതിനും സോഷ്യൽ മീഡിയയും വാർത്താക്കുറിപ്പുമൊക്കെ VS വിനിയോഗിച്ചു. ഇവിടെ പങ്കെടുത്തിട്ട് വളരെ വേഗം പോകുന്നു എന്നുള്ളതിൽ എനിക്ക് ദുഃഖമുണ്ടെങ്കിലും പോകാതെ നിർവാഹമില്ല എന്നുകൊണ്ട് ഞാൻ സ്ഥലം വിടുകയാണ് എന്ന് നിങ്ങളെ അറിയിക്കുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. VS അച്യുതാനന്ദന്റെ വിയോഗത്തിൽ അനുശോചിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജീവിതത്തിലെ നിരവധി വർഷങ്ങൾ പൊതുസേവനത്തിനും കേരളത്തിന്റെ പുരോഗതിക്കുമായി അദ്ദേഹം സമർപ്പിച്ചുവെന്ന് പ്രധാനമന്ത്രി സ്മരിച്ചു. തങ്ങൾ ഇരുവരും മുഖ്യമന്ത്രിമാരായിരുന്ന സമയത്തെ ഇടപെടലുകൾ ഈ വേളയിൽ ഓർക്കുന്നുവെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. കുടുംബത്തിന്റെയും അനുയായികളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ദരിദ്രരുടെയും അരികുവൽക്കരിക്കപ്പെട്ടവരുടെയും സംരക്ഷകനായിരുന്നു VS അച്യുതാനന്ദനെന്ന് രാഹുൽ ഗാന്ധി. പരിസ്ഥിതി പൊതുജനക്ഷേമ വിഷയങ്ങളിൽ ധീരമായ തീരുമാനങ്ങളിലൂടെ തത്വാധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെ മൂല്യങ്ങൾ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചതായി രാഹുൽ ഗാന്ധി MP എക്സ് പോസ്റ്റിൽ കുറിച്ചു. VS എന്ന രണ്ടക്ഷരം പോരാട്ടത്തിന്റെ പ്രതീകമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉജ്ജ്വല സമര പാരമ്പര്യത്തിന്റെയും അസാമാന്യമായ നിശ്ചയദാർഢ്യത്തിന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട നിലപാടായിരുന്നു VS എന്ന് അച്യുതാനന്ദൻ എന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്ന നേതാവായിരുന്നു VS എന്നും മുഖ്യമന്ത്രി ഓർമ്മിച്ചു. കേരളവും രാജ്യവും കണ്ട അതുല്യനായ കമ്മ്യൂണിസ്റ്റ് പോരാളിയാണ് ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. VS എന്ന രണ്ടക്ഷരം കേരളീയ സമൂഹത്തിൽ പോരാട്ടത്തിൻ്റെ പ്രതീകമായി